മുടി കട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത്രയും നല്ലൊരു ബ്യൂട്ടീഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വേറെ ഉണ്ടായിട്ടില്ല. 1-2 തവണയൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് എൻ്റെ മുടി വെട്ടുന്നത് അമ്മയായിരുന്നു. അവസാനമായിട്ടൊരു 3 വർഷം മുന്നേ ഞാൻ പാർലറിൽ പോയിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു. ലെയർ കട്ട് അടിക്കാൻ വേണ്ടി ഒരുപാട് കാലത്തെ മോഹം കൊണ്ട് പോയതാണ്. ചെന്നപ്പോഴേ അവർ പറഞ്ഞു ഇത്ര നീളമുള്ള മുടി ലെയർ കട്ട് അടിക്കേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് അടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ അവർ ലെയർ കട്ട് അടിച്ചത് അവസാനം വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് യു കട്ടായിട്ടാണ് തോന്നിയത്. അതോടുകൂടി എൻ്റെ മുടി നശിക്കുകയും ചെയ്ത് പിന്നെ നന്നാവുന്നേ ഇല്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അമ്മനെ കൊണ്ടൊന്ന് ലെവലാക്കി ഇപ്പോൾ വെട്ടിക്കുന്നത്. പാർലറിലൊന്നും പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ, മറ്റുള്ളവരുടെ മുടിയൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹം. അതനുസരിച്ച് ഞാൻ എൻ്റെ മുടിയൊന്ന് ലെയർ കട്ട് അടിക്കണമെന്ന് കുറേ നാളത്തെ ആഗ്രഹം കൊണ്ട് നടന്നതാണ്. അത് ചെയ്തതോടുകൂടി മുടി നശിക്കുകയും ചെയ്ത്. അപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇത്രയും തോനെ മുടി ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ നിൻ്റെ മുടി നീ ചെയ്തത്, എന്തിനാ അങ്ങനെ കട്ട് ചെയ്ത്, നല്ല മുടിയല്ലായിരുന്നോ, നശിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ആ മുടി അങ്ങനെ നശിച്ചു പോയി. പിന്നെ ഇപ്പോൾ നന്നാവുന്നേ ഇല്ല. പിന്നെ നമുക്കൊരു ഏജ് വരെയൊക്കെയല്ലേ മുടി വളരുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നന്നായി ക്ലിയറാക്കി അടി വെട്ടിയിട്ട് കുറച്ച് എൻ്റേതായ ചികിത്സകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുകയാണ്. മുടി ആദ്യത്തെ പോലെ നന്നായി വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുട്ടിക്കാലത്തെ എൻ്റെ മുടി വെട്ടുന്ന എൻ്റെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അമ്മമാരുടെ സ്നേഹവും പരിചരണവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിലമതിക്കാൻ പറ്റാത്തതാണ്. എൻ്റെ അമ്മ ചെറുപ്പത്തിലെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്നെ പിടിച്ചിരുത്തിയിട്ട് എൻ്റെ മുടി നന്നായിട്ട് കോതി ഒതുക്കി കെട്ടുകളൊക്കെ മാറ്റിയിട്ട് ഒതുക്കി തരുമായിരുന്നു. ഇപ്പോഴത്തെ മുടി വളർച്ചയുടെ രഹസ്യവും അത് തന്നെ ആയിരുന്നിരിക്കണം.